അന്ന് ചെയ്തവർക്ക് ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഈ കാര്യത്തിൽ തമിഴ്നാട്ടിലെ കാര്യത്തിൽ ആഹ്ലാദിക്കുമ്പോൾ അന്ന് ചെയ്ത ചെയ്തികൾ എന്തായിരുന്നു എന്നുള്ളത് കൂടി ആ ഒരു ആർക്കൈവ്സ് ഒക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലും കൃത്യമായി ഇനി അങ്ങോട്ട് വിലയിരുത്തി പോകേണ്ടി വരും. അതുപോലെ തന്നെ യെദ്യൂരപ്പ ഭൂരിപക്ഷം തെളിയിക്കാനായിട്ട് സമയം ചോദിച്ച സംഭവം സമീപകാല ഇതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നാമനിർദ്ദേശം ചെയ്യുന്ന പുതുച്ചേരിയിൽ തോറ്റവരെ വരെ നാമനിർദ്ദേശം ചെയ്യുകയാണ് പുതുച്ചേരിയിലെ ലഫ്റ്റനന്റ് ഗവർണർ. അത് BJP-യുടേതാണ്. അപ്പോൾ എല്ലാവരും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓരോന്നോരോന്നായി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കുമുള്ള താക്കീത് തന്നെയാണ് ഈ വിധി എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. അരുണാചൽ പ്രദേശിലെ അധികാര വടംവലിയിൽ അവസാനം കലിഖോപുല്ലിൻ്റെ ആത്മഹത്യ വരെ എത്തി. അങ്ങനെ ഓരോ സ്ഥലത്തും പല പല കാര്യങ്ങൾ സംഭവിച്ചത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ ഗവർണർമാരോട് കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നുണ്ടാകാം. അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു നിർദ്ദേശമില്ലാതെ ഒരു ഗവർണറും ആക്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ദിരാഗാന്ധിയുടെ കാലത്തെയും അതുപോലെ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്തും ഒക്കെ ഉണ്ടായതും കൂടി പറഞ്ഞത്. അപ്പോൾ ഓരോ സമയത്തും എന്താണോ കൊടുക്കുന്ന നിർദ്ദേശം ആ ഡയറക്ഷൻ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ കൃത്യമായ ചില ഡയറക്റ്റീവ്സ് ഉണ്ടാകും. ഡയറക്ഷൻസ് നിങ്ങൾ അനുസരിച്ചോളൂ, പക്ഷേ കൃത്യമായ ഡയറക്റ്റീവ് ഉണ്ട് എന്നതാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്തെക്കുറിച്ച് പറഞ്ഞത്. ബില്ലുകൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ ബില്ല് എന്തിനാണ് നിയമസഭയിൽ കൊണ്ടുവരുന്നത്, അതിൻ്റെ ആ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയാണ് നഷ്ടമാകുന്നത്. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യത്തിന് നിങ്ങൾ 3 വർഷം ഒരു ബില്ലുണ്ടാക്കി അതിന്മേൽ അടയിരുന്ന് തീരുമാനം വൈകിപ്പിച്ചിട്ട് അത്രയും കാലം ആ എന്താണ് ഒരു പെൻഡിംഗ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ പരിഹരിക്കുന്നതിനാണല്ലോ ഒരു ബില്ല് കൊണ്ടുവരുന്നത്.